ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരാ, ഈ അറിവിൻ നിലാവിന്റെ മനോഹരമായ മജ്‌ലിസ് വീക്ഷിക്കുന്ന പെങ്ങളെ, പരിശുദ്ധമായ മനോഹരമായ ഈ മജ്‌ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരുടെ മഹത്വം, മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി തങ്ങൾ അവരുടെ മഹത്വം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, എന്തിനാ നമ്മൾ അവരുടെ മഹത്വം പറയുന്നതെന്നറിയോ? അവരുടെ പവർ പറയുന്നത് എന്തിനാണ്? അവരുടെ സ്ഥാനമാനങ്ങൾ പറയുന്നത് എന്തിനാണ്? അവർക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്തിനാണ്? അവരുടെ മദദ് അല്ലാഹു നമുക്ക് തരാനാണ്. അവരുടെ കാവൽ അല്ലാഹു നമുക്ക് തരാനാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ടിയാണ്. ഔലിയാക്കന്മാരെ നമ്മളെ പോലെ എല്ലാ കൂട്ടുകാരാ, അവർ അല്ലാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ചവരല്ലേ. അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹു അവിടത്തേക്ക് നൽകിയ മഹത്വം എത്രയാണ്, അല്ലാഹു അവിടത്തേക്ക് നൽകിയ സ്ഥാനം എത്രയാണ്, അല്ലാഹു അവിടത്തേക്ക് നൽകിയ ബഹുമതി എത്രയാണ്. ആ മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണമല്ലാ. മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ അവിടുത്തെ ജീവിതം തന്നെ വല്ലാത്ത അത്ഭുതമാണ്. അവിടുത്തെ ജനനം തന്നെ വല്ലാത്ത അത്ഭുതമാണ്. അവിടുത്തെ പ്രിയപ്പെട്ട വാപ്പയാകുന്ന മഹാനായ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി കുഞ്ഞിമാഹി മുസ്ലിയാർ, അവിടുത്തെ ദറജനെ വർദ്ധിപ്പിക്കണമല്ലാ. മടവൂർ ശൈഖുനയുടെ പ്രിയപ്പെട്ട വാപ്പയാണ്. മഹാനവറുകൾ വലിയായിരുന്നു, വലിയ മഹാനായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. വലിയ ഇബാദത്തിന്റെ ഉടമയായിരുന്ന വലിയ മഹാനായിരുന്നു. അല്ലാഹുവേ, കുഞ്ഞിമാഹിൻ മുസ്ലിയാർ പരിശുദ്ധമായ ഹറമിലേക്ക് ഹജ്ജിന് പോയപ്പോ, ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ മദീന കരളിന്റെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പ്രവാചകന്റെ പരിശുദ്ധമായ റൗളാ ശരീഫിന്റെ സമീപത്ത് കിടന്നിറങ്ങുമ്പോ, ആ പരിശുദ്ധമായ റൗളയുടെ സമീപത്തുള്ള കുഞ്ഞിമാഹിൻ മുസ്ലിയാർ കിടന്നിറങ്ങുന്ന സമയത്ത് ആ ഉറക്കിലേക്ക് കടന്നു വരുന്ന മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുവേ, ജീവിതം അവിടെയാണ് മുതലാകുന്നത്. ആ മുത്തുനബിയെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ആ പ്രവാചകന്റെ പ്രകാശം കാണാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അതിനല്ലേ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്, അതിനല്ലേ നമ്മൾ മൗലിദ് ചൊല്ലുന്നത്, അതിനല്ലേ നമ്മൾ മുത്തുനബിയുടെ മഹബത്തിന്റെ കഥ പറയുന്നത്, അതിനല്ലേ മദീനയുടെ മഹബത്തിന്റെ കഥ പറയുന്നത്. കുഞ്ഞുനാളിൽ ഉമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് കേൾക്കാനും പാടാനും തുടങ്ങിയ മധുഗാനങ്ങൾ, പ്രിയപ്പെട്ട വാപ്പയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് കേൾക്കാൻ തുടങ്ങിയ മധുഗാനങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് കുഞ്ഞുനാളിൽ പാടിത്തന്നത് ഹബീബിനെ കുറിച്ചുള്ള മധുഗാനങ്ങളായിരുന്നു. ചെറുപ്പത്തിലെ കേട്ട് കേട്ട് വളർന്ന മനോഹരമായ മദീനയുടെ മധുഗാനം, ആ മദീനയുടെ നായകനോടുള്ള മഹബത്ത് ഹൃദയത്തിന്റെ അകത്ത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് നമ്മുടെ മാതാപിതാക്കൾ ഹബീബിനോടുള്ള മഹബത്തിന്റെ ഗാനം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അങ്ങനെയാവണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മുത്തുനബിയോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ. മഹബത്ത് റസൂലിന്റെ വിഷയത്തിൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ലവണ്ണം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ പ്രവാചകനെ കാണണ്ടേ, ആ പ്രവാചകനെ കിനാബിലൊന്ന് കാണണ്ടേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ.
എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ ഹബീബായ പ്രവാചകനെ കാണണമെന്ന് ആഗ്രഹമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കണ്ട പലരുമുണ്ടല്ലോ. എത്രയോ കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഭാഗ്യവന്മാരാണ്, ഭാഗ്യവന്മാരാണ്, ഭാഗ്യവന്മാരാണ്. വുദൂ എടുത്തിട്ട് കിടന്നിറങ്ങണം കൂട്ടുകാരാ, വുദൂവോടുകൂടി കിടന്നിറങ്ങണം ചെറുപ്പക്കാരാ. നിങ്ങൾ വുദൂവോടുകൂടി കിടന്നിറങ്ങുമ്പോൾ ആ ഉറക്കത്തിലൂടെ ഹബീബായ പ്രവാചകർ വന്നുകൊണ്ട് നിങ്ങളെ സ്വപ്നത്തിൽ വരണമെങ്കിൽ നിങ്ങൾ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാലും 5 വക്ത് ഫർള് നമസ്കാരം കഴിഞ്ഞാലും ഒരു ആയത്ത് നിങ്ങൾ പതിവാക്കണേ. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തുകളിലെ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിതും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو رب العرش العظيم എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ലഖദ് ജാഅകും എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ആയത്തില്ലേ, ആ ആയത്ത് നമ്മൾ 5 വക്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കിനാബിലൂടെ കടന്നു വരും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങോ റൗള കാണാനായി ഞങ്ങൾ കേണിടുന്നേ. തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങോ റൗള കാണാനായി ഞങ്ങൾ കേണിടുന്നേ. ആ മദീനയാണ് നമ്മുടെ അഭയം കൂട്ടുകാരാ, ആ മദീനയാണ് നമ്മുടെ അഭയം പെങ്ങളെ. ആ മദീനയുടെ രാജകുമാരനെ കിനാവിലൊന്ന് കാണണം നമുക്ക്. അതുവരെ മദ്ഹ് ചൊല്ലണം, അതുവരെ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം. പ്രവാചകനെ കാണാനുള്ള പവർ നമ്മുടെ കണ്ണിനുണ്ടോ എന്ന് നമുക്കറിയൂല. കാരണം തെറ്റുകുറ്റങ്ങൾ ഹറാമയത്തിലൂടെ നീന്തിക്കുളിച്ച കണ്ണുകളാണ്. എന്നാലും ഹബീബേ വരണം മദീന, കാണണം ആ പരിശുദ്ധമായ മദീന. എത്രയോ പാപികളെ മദീനയിലേക്ക് വിളിച്ച നബിയേ, ഈ പാപികളെയോ മദീനയിലേക്ക് വിളിക്കണം നബിയേ. എത്രയോ പർവ്വത സമാനമായ പാപപാഠങ്ങളും ഹൃദയത്തിലേറ്റി വന്ന മദീനയിൽ വന്ന് എല്ലാം മലിഞ്ഞത് ഹൃദയശുദ്ധിയോടെ മദീന വിട്ട എത്രയോ സ്വാലിഹീങ്ങളുടെ മഹബത്തിന്റെ കഥകൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, ഈ ഹൃദയാന്തരത്തിന്റെ അകത്ത് താങ്ങാൻ കഴിയാത്ത പർവ്വത സമാനമായ പാപഭാരങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എന്നാലും മദീന ഞങ്ങളെ വിളിക്കുമല്ലോ, എന്നാലും മദീന ഞങ്ങളെ കൈവടിയൂലല്ലോ. ആ മദീനയിലേക്കൊന്ന് വരണം തങ്ങളെ, ആ മദീനയൊന്ന് കാണണം തങ്ങളെ. പാപഭാരങ്ങളെ മദീനയിൽ വന്ന് ഞങ്ങൾക്കൊന്ന് ഇറക്കി വെക്കണം നബിയേ. സങ്കടങ്ങൾ ഒരുപാട് പറയാനുണ്ട് തങ്ങളെ, മദീനയിൽ വന്ന സങ്കടങ്ങൾ ഒരുപാട് പറയാനുണ്ട് നബിയേ. മദീനയിൽ വന്ന കണ്ണീരുകൾ ഒരുപാട് ഒഴുക്കാനുണ്ട് തങ്ങളെ. മദീനയിൽ വന്ന ദുഃഖത്തിന്റെ ആരോടും പറയാത്ത സങ്കടത്തിന്റെ കനൽകട്ടകൾ പറയാൻ
ഞങ്ങൾ കാത്തിരിക്കാണ് നബിയേ. ഒന്ന് വിളിക്കാമോ നബിയേ, ഒന്ന് വിളിക്കാമോ നബിയേ, ഒന്ന് വിളിക്കാമോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ സൂറത്ത് തൗബയിലെ അവസാനത്തെ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്താൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കിനാവിൽ വരും. മദന നിലാവേ നല്ല മദന നിലാവേ, കിനാവ് കണ്ടുറങ്ങി ഞങ്ങൾ മദ്ഹ് പാടാം, മദ്ഹ് പാടാം. മണിമുത്തനോരേ നല്ല മണിമുത്തനോരേ, കിനാവ് കണ്ടുറങ്ങി ഞങ്ങൾ മദ്ഹ് പാടാം, മദ്ഹ് പാടാം. ആ പ്രവാചകൻ നമ്മുടെ കിനാവിൽ കടന്നു വരും. ആ പ്രവാചകൻ നമ്മുടെ കിനാവിൽ കടന്നു വരും. നമ്മൾ കിടന്നിറങ്ങുമ്പോ വിളിച്ചുണർത്താൻ, നമ്മൾ കിടന്നിറങ്ങുമ്പോ കിന്നാരം പറയാൻ, നമ്മുടെ വിഷമങ്ങൾക്ക് അറുതി വരുത്താൻ, നമ്മുടെ കണ്ണുനീര് തുടച്ചു തരാൻ, നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ മനോഹരമായ ഹൃദയത്തിലേക്ക് ശാന്തിയുടെ സമാധാനത്തിന്റെ വാക്കുകൾ നുകർന്നു തരാൻ ആ പ്രവാചകരെ കടന്നു വരും. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അങ്ങനെ കണ്ടവർ എത്ര വലിയ ഭാഗ്യവന്മാരാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ എത്ര വലിയ ഭാഗ്യവന്മാരാണ്.